ഖത്തർ പുറത്താക്കിയ ഹമാസ് നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് തുർക്കി അഭയം കൊടുത്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. നമ്മളാണത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അങ്ങനെ അവിടെ എത്തിയ ഹമാസിൻ്റെ നേതാക്കന്മാരെ വേട്ടയാടി പിടിക്കാൻ അമേരിക്കയും ഇസ്രയേലും ശ്രമം തുടങ്ങി എന്ന് കേൾക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാം. അത് ഒരു സംശയമില്ല. കാരണം ഖത്തറിൽ അവർ സുരക്ഷിതരായിട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ താവളമുണ്ട് അവിടെ. പിന്നെ ഖത്തർ ഇതിൻ്റെ മധ്യസ്ഥതയിലുണ്ടായിരുന്നു. ഇനി മധ്യസ്ഥതയൊന്നും വേണ്ട എന്ന് അമേരിക്ക ഉപദേശിച്ചിരുന്നു. അപ്പോൾ ഖത്തർ മധ്യസ്ഥത നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, ഹമാസിൻ്റെ ഖത്തറിലെ ഓഫീസ് പൂട്ടിയോ, ഇവരവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമോ എന്നൊരു അമേരിക്ക പറഞ്ഞല്ലോ. ഓഫീസ് പിന്നെയും നിലനിൽക്കുമോ, മധ്യസ്ഥ ശ്രമം നിർത്തിയതേ ഉള്ളൂ എന്നൊരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുർക്കിയിലേക്ക് നേതാക്കൾ കടന്നു കഴിഞ്ഞപ്പോൾ ഹമാസിൻ്റെ ആ സംശയം തീർന്നു. അപ്പോൾ തുർക്കി കുറെ കാലമായിട്ട് അമേരിക്കയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാറ്റോയിലുണ്ട്. പക്ഷെ നാറ്റോയിൽ നിന്ന് അമേരിക്ക പോകണമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കാരണം നാറ്റോയിലെ അംഗമായ മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ബാധ്യത അമേരിക്കയുടെ തലയ്ക്കാണ് വരുന്നത്. അമേരിക്കയ്ക്ക് ഇവരെ കൊണ്ടൊരു ഗുണവുമില്ല. അപ്പോൾ അത് പുനഃപരിശോധിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയാറുണ്ട്. കഴിഞ്ഞ ഈ ഒക്ടോബർ 7 ഹമാസ് ആക്രമിച്ചതിന് ശേഷം എർദോഗൻ, തുർക്കി പ്രസിഡന്റ്, ഹമാസിൻ്റെ കൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ഹമാസിനെ അവിടെ പുറപ്പിക്കാം എന്നുള്ളത് ഒരു ഭീകര നീക്കമായിപ്പോയി. കാരണം ഇനി തുർക്കി ശത്രു പട്ടികയിൽ വരും, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും. വാഷിങ്ടണിൽ നിന്ന് ഈ നേതാക്കൾക്കെതിരെ ഇന്നലെ ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവർ ഭീകര പട്ടികയിൽ വരാൻ പോകുന്നു എന്നുള്ളത്. ഹമാസ് ഓൾറെഡി ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, ഇവരെ അവിടെ ടാർഗറ്റ് ചെയ്യാന്നുള്ള അവസ്ഥ വരുമല്ലോ. 6 പേർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരും തുർക്കിയിലല്ല, ഗാസയിലുള്ള ഒരാളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യും ഇവർക്കുള്ളത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ വെടിനിർത്തലും ഈ വക കാര്യങ്ങൾക്കുമൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹമാസ്, ഹിസ്ബുള്ള ആകെ നശിച്ച് ഏറ്റവും ഒടുവിൽ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കുകയല്ലാതെ രക്ഷയില്ലാതിരിക്കുകയാണ്. നെതന്യാഹു അതിനൊട്ട് വഴങ്ങുന്നുമില്ല. അപ്പോൾ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, ഈ വിദേശത്തുള്ള ചില ആളുകൾക്കെതിരെയാണ് ഉപരോധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പട്ടാള വിഭാഗത്തിൻ്റെ മേധാവി, മുതിർന്ന അംഗം ഇസൽ അദ്ദീൻ അൽ ഖുസം, ആ ബ്രിഗേഡ്സ്, അതാണ് അതിൻ്റെ പ്രതിനിധി ഇസം അൽദീൻ അൽ ഖുസം ബ്രിഗേഡ്സ്, ആ പട്ടാള വിഭാഗത്തിലെ അംഗം. പിന്നെ ഫണ്ട് ഉണ്ടാക്കുന്നത്, ഗാസയിലെ അക്രമങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ, ഇവരാണ് ഈ 6 പേരിൽ വന്നിരിക്കുന്നത്. അമേരിക്കൻ ട്രഷറിയുടെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഫോർ ടെററിസം ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് ബ്രാഡ്ലി സ്മിത്ത് ആണ് ഈ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ചെത്തിക്കളയും ഹമാസ്. എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നോ അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ ഇസ്മയിൽ അബ്ദുൽ റഹ്മാൻ ഗാനിമത്ത്, ഇയാൾ ഹമാസിൻ്റെ പട്ടാള വിഭാഗത്തിലെ മുതിർന്ന അംഗം. ഇപ്പോൾ തുർക്കിയിലാണ് അയാൾ. ഈ പട്ടാള വിഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഹമാസിൻ്റെ നോക്കുന്ന ആൾ തുർക്കിയിൽ നിന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒരുപാട് ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തു എന്ന് ഇന്നലെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. 1997 കഫേ അപ്രോപ്പോ ബോംബിങ് ടെൽ അവീവിൽ ഒരു കഫേ ആക്രമണം ഇയാളാണ് ചെയ്തത്. ഇയാൾക്ക് 5 തവണ ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട് ശിക്ഷ. പക്ഷേ 2011 1027 പലസ്തീൻ തടവുകാരെ വിട്ടല്ലോ ഇസ്രായേൽ, അതിൽ ഇയാൾ പെട്ടു. അതിൽ പെട്ടിരുന്നു. അത് ഗിലാദ് ഷലീത്ത് എന്ന് പറഞ്ഞ ഇസ്രായേൽ ഒരു ഇസ്രായേലി വേണ്ടി 1000 പേരെ ഉൾപ്പെടെ 1000 പേരെ വിട്ടു. ആ ഇസ്രായേലി ഭടൻ, ഏക ഭടൻ,
അയാളെ ഹമാസ് ഗാസയിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ഗിലാദ് ഷലീത്ത് എന്ന് പറഞ്ഞ ഒറ്റപ്പെടലിന് വേണ്ടിയിട്ടാണ് 1027 പേരെ അങ്ങ് വിട്ടുകൊടുത്തത്. അതിൽ രക്ഷപ്പെട്ട ആളാണ് ഇപ്പോൾ തുർക്കിയിൽ പോയി ഇരിക്കുന്നത്. പട്ടാള ഏർപ്പാട്. 2 മറ്റ് ഹമാസ് ഈ ഭീകരന്മാർ തുർക്കിയിലുള്ളവർ. അപ്പോൾ 3 പേരായി തുർക്കിയിൽ. 6 3 തുർക്കിയിൽ. മൂസ ദൗദ് മുഹമ്മദ് അക്കാരി, സലമ മാരി 2 പേര്. ഇവർ തുർക്കിയിൽ നിന്ന് ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തുർക്കി ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആണെന്ന് വരുന്നു. ഹമാസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് തുർക്കി വരുന്നു. അപ്പോൾ തുർക്കിക്കെതിരെയും വലിയ ഉപരോധങ്ങൾ വരാൻ പോകുന്നു ട്രംപ് വരുമ്പോൾ എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് തുർക്കിയെ നാറ്റോയിൽ നിന്ന് കളയേണ്ടിയും വരും. ഈ പറഞ്ഞ 2 പേരിൽ അക്കാരി മുമ്പ് ഇസ്രയേലിൽ ശിക്ഷ വാങ്ങിയിട്ടുള്ള ആളാണ്. 1992 ഇസ്രയേലി പോലീസ് ഓഫീസർ നിസീം തൊലദാനോയെ കൊന്ന കേസിൽ അയാളെയും 2011 ആ ഡീലില്ലേ ഷലിത്ത് അതിൽ വിട്ടയച്ചതാണ്. തിങ്കളാഴ്ച അമേരിക്ക തുർക്കിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഹമാസ് നേതൃത്വത്തിനെ അവിടെ സൂക്ഷിക്കാൻ പാടില്ല, അത് നടപടി ക്ഷണിച്ചു വരുത്തും. അമേരിക്ക തുർക്കിയോട് പറഞ്ഞു അല്ലേ? അമേരിക്ക പറഞ്ഞു, അത് പറഞ്ഞു. US warned Turkey on Monday against hosting Hamas leadership after it was reported that the terror group's senior members had relocated there from Qatar. ഖത്തറിൽ നിന്ന് ഇപ്പോൾ അവിടെ പോയി. അപ്പം സാധാരണ ഈ പിൻഗാമിയാകാനായിട്ട് സാധ്യതയുള്ള സിൻവറിൻ്റെ ആ പേരുകളൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അവർ വേറെ 4 പേരുണ്ട്. എവിടെയാണെന്നും അറിയില്ല. അത് ഇപ്പോൾ തുർക്കിയിലുണ്ട് എന്നാണ് അമേരിക്കയുടെ ഈ പറച്ചിൽ നിന്നുള്ള സൂചന. അപ്പോൾ ഇത് സഹിക്കില്ല എന്ന് അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇത് സഹിക്കില്ല, തുർക്കി ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തുർക്കി ഈ ആളുകളില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസിൻ്റെ PB ഓപ്പറേഷൻസിനുള്ള താവളം തുർക്കിയാണ് എന്ന കാര്യം അവർ നിഷേധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആക്രമണങ്ങളൊക്കെ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച തുർക്കി പറഞ്ഞു ഹമാസ് ഈ മധ്യസ്ഥ ശ്രമങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഹമാസ് നേതാക്കൾ ഒരാൾ പോലും ഇനി ഖത്തറിലില്ല എന്ന് ഖത്തർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തുർക്കിയിലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ തുർക്കിയിലെ 3 ഹമാസ് പോരാളികൾ ഭീകരന്മാർ, അവർ ബസേം നെയ്ം, ഗാസി ഹമാദ്, ഗാസയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പലപ്പോഴും തുർക്കി താവളമാക്കാറുള്ള 2 പേരാണ് ബാസം നയിം, ഗസീം അഹമ്മദ്. ഇവർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ എല്ലാവരെ പറ്റിയും നല്ല ധാരണ അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഇസ്രയേലിനും കാണുമല്ലോ. ഇതിൽ ഈ നയീം എന്ന് പറഞ്ഞയാൾ റഷ്യയുമായിട്ടുള്ള ഹമാസിൻ്റെ ഈ ചങ്ങാത്തം അതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ഹമാസിൻ്റെ പ്രതിനിധി സംഘമായിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ അയാൾ പോകാറുണ്ട്. ഹമാദ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഈ പ്രചാരണ മാസികകളോ പീരിയോഡിക്കൽസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എഡിറ്ററായിരുന്ന ആളാണ്. അയാൾ ഹമാസിൻ്റെ വക്താവുമാണ്. അപ്പോൾ വക്താവിനും മറ്റേ ആൾക്കും എതിരെ. ഹമാദ് മുമ്പ് ഗാസ ഈ അതിർത്തികൾ കടന്ന് പല ആളുകൾ ഹമാസുകാർ പോവുമല്ലോ, ഇതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ഹമാദ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഗാസയിലേക്ക് ആയുധമൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുരങ്കം ഗാസയിൽ പണിയാനുള്ള എക്യുപ്മെൻസും ഒക്കെ കൊണ്ടുവന്നത് ഈ ഹമാദാണെന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ആൾ ഈ ഉപരോധത്തിൽ വരുന്നത് മുഹമ്മദ് നസാൽ. ഇയാൾ 30 കൊല്ലമായിട്ട് പണം കൊടുക്കുന്നുണ്ട് ഈ ഹമാസിന്. നസാൽ ഇയാൾ മുമ്പ് ജോർദാനിലും സിറിയയിലും താമസിച്ചിരുന്നു. ഹമാസിൻ്റെ കൗൺസിൽ ഓൺ ഇൻ്റർനാഷണൽ രാജ്യാന്തര സമിതിയിലെ അംഗമാണ് അയാൾ ഹമാസിൻ്റെ. അപ്പോൾ അമേരിക്കയിൽ എന്തെങ്കിലും സ്വത്ത്
ഇവർക്കൊക്കെ ഈ വ്യക്തികൾക്ക് ഉണ്ടെങ്കിൽ അത് മരവിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഈ 6 പേർക്ക് ഉണ്ടാവാം ഈ അവസാനം പറഞ്ഞ പണക്കാരനൊക്കെ. അതുപോലെ ഇവരാർക്കെങ്കിലും പൈസ അയക്കുന്നുണ്ടെങ്കിലും അതുമൊക്കെ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഏതായാലും ഈ ഖത്തർ ഒഴിവാക്കിയാൽ തുർക്കി സ്വീകരിക്കുമെന്നുള്ളത് ഒരു തരത്തിൽ ആശ്ചര്യകരമാണ്. കാരണം ഞാനൊക്കെ കരുതിയത് നമ്മൾ ഈ അന്താരാഷ്ട്ര വാർത്തയൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഈ നാറ്റോ നോക്കിയിരിക്കും. അത് ഒക്ടോബർ 7-ന് ശേഷം തുർക്കിയെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അമേരിക്ക വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ധാരാളം തുർക്കിയുടെ അകത്ത് നടക്കുന്നു. 1. 2, എർദോഗൻ അയാൾക്ക് ശത്രുതയുള്ള ഈജിപ്ത് ശത്രുരാജ്യമാണ്. 13 വർഷത്തിന് ശേഷം ഈജിപ്തുമായിട്ട് അയാൾ സന്ധി സംഭാഷണങ്ങൾ നടത്തി രമ്യതയിലെ ഇനി നമുക്ക് കച്ചവടമൊക്കെ വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞു. അയാൾ സിറിയയിൽ പോയി അസദുമായിട്ട് ചങ്ങാത്തത്തിൽ വന്നു. അതായത് ഇസ്രയേലിൻ്റെ ശത്രുരാജ്യങ്ങളും ആയിട്ട്. അത് മാത്രമല്ല, ഇയാൾക്ക് ഒരു ഖലീഫ ആവുക എന്ന ലക്ഷ്യമുണ്ട്. ഖലീഫ ആകണമെന്നുണ്ടെങ്കിൽ ഇവർ മുഴുവൻ അയാളെ അംഗീകരിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ശത്രുത മാറ്റുക, പിന്നെ ഡയലോഗ്സ് വരിക, അങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുക. മാത്രമല്ല സൈനിക ശേഷിയിലും തുർക്കി അത്ര മോശമൊന്നുമല്ല. തുർക്കി പ്രതിരോധ കച്ചവടം, ആയുധ കച്ചവടം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ധാരാളം ചെയ്യുന്നുണ്ട്. മിസൈല് ഈജിപ്തിനെയും ജോർദാനെയും ലിബിയയും സിറിയയും ഒക്കെ അപേക്ഷിച്ച്, യമനെയൊക്കെ അപേക്ഷിച്ച് 1000 മടങ്ങ് ശേഷിയുള്ള രാജ്യമാണ് തുർക്കി. ഒരുപക്ഷെ ഇറാനേക്കാളും സൈനിക ശേഷിയുള്ള രാജ്യമാണ്. അതെ, ഇപ്പൊ അങ്ങനെയാണ്. കാരണം നാറ്റോയിലായതുകൊണ്ട് സംരക്ഷണം ഉണ്ടായിരുന്നു. ഭീകര രാജ്യമൊന്നുമായി മുദ്രകുത്തിയിരുന്നുമില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള ഒരു യുദ്ധത്തിനേക്കാളും കടുപ്പമേറിയതായിരിക്കും തുർക്കിയുമായിട്ടുള്ള യുദ്ധം വേണ്ടി വന്നാൽ. അതങ്ങനെയാണ്. മുമ്പ് മൊസാദിന്റെ ഓപ്പറേഷൻസ് തുർക്കിയിൽ ചെയ്യാൻ പോയതൊക്കെ അത്ര ഗുണമൊന്നും ആയിരുന്നു. ഇസ്താംബൂളിലായിരുന്നല്ലോ. അതെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ഇവർ അറാക്കിൻ എന്ന് പറഞ്ഞ തുർക്കിയുടെ തലസ്ഥാനത്ത് ഉണ്ട് ഈ നേതാക്കന്മാരെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇസ്താൻബുളിലല്ല, അറാക്കിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണുള്ളതെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതായാലും നാറ്റോയിൽ നിന്ന് തുർക്കി പുറത്തു പോകുമായിരിക്കും ട്രംപ് വരുന്നതോടെ. അല്ലെങ്കിൽ ട്രംപ് നാറ്റോയിൽ നിന്ന് പിൻവലിയുമായിരിക്കും. ട്രംപ് അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്നുണ്ട്. നാറ്റോയിൽ നമുക്ക് വേണ്ട, ആവശ്യമില്ല. കാരണം യുക്രൈന് തന്നെ പൈസ കൊടുത്തിട്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല, സഹായവും ആയുധവും കൊടുത്തിട്ട്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ റീഇംബേഴ്സ് ചെയ്യണം പണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് എപ്പോഴും പറയുന്നത്, നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്താൽ നമ്മൾ പ്രീമിയം അടയ്ക്കണം. അപ്പോൾ ഇവർക്ക് സംരക്ഷണം നമ്മൾ കൊടുക്കുന്നു, ഇവർ പ്രീമിയം അടയ്ക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ അമേരിക്കക്ക് കാശ് തരട്ടെ. അല്ലെങ്കിൽ തുർക്കി അമേരിക്ക പറയുന്നത് കേൾക്കട്ടെ. ഈ ഹമാസിന്റെ കാര്യം ഇവരെ മുഴുവൻ പുറത്താക്കട്ടെ. നാറ്റോയിൽ നിന്നുകൊണ്ടിട്ട് പരിപാടി പറ്റില്ല. അതെ. അറാക്കിനല്ല, അങ്കാറയിലാണ് ഇവരുള്ളത്. അപ്പോൾ ഈ ഒറ്റുന്ന പരിപാടിയും കൂടി നാറ്റോയിലിരുന്ന് ഒരു അംഗരാഷ്ട്രം ചെയ്യുന്നത് ശരിയല്ല. അതാണ് തുർക്കി അയലത്ത് നിന്നിട്ട് ഇസ്രായേലിനെ ഒറ്റിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ട്. തുർക്കി അതിനുള്ള വില കൊടുക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.